പാർവതി എന്നു വിളിച്ചു നാമം അന്നവുമൂട്ടി വളർത്തി പാർവതി എന്നു വിളിച്ചു നാമം അന്നവുമൂട്ടി വളർത്തി. മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര. വ്രതങ്ങളിൽ അതീവ പ്രാധാന്യം കൽപ്പിക്കുന്ന തിരുവാതിര ആഘോഷിക്കുന്ന തളിപ്പറമ്പിലെ ഒരു കൂട്ടരെ നമുക്ക് പരിചയപ്പെടാം. ആടയുടുപ്പിച്ചു താതനപ്പോൾ ആരോമലായി വളർത്തി ആടയുടുപ്പിച്ചു താതനപ്പോൾ ആരോമലായി വളർത്തി. ശിവഭക്തർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണ് പരമശിവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായതും ധനുമാസത്തിലെ തിരുവാതിരയാണെന്നാണ് വിശ്വാസം. മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ ശല്യമുണ്ടാക്കിയ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിന്റെ പത്നി ഉപവാസമെടുത്ത ദിവസമാണ് തിരുവാതിരയെന്നും ഐതിഹ്യമുണ്ട്. തിരുമാറിലോ പൂണൂലും പാമ്പുമണിഞ്ഞവരെ കൈതൊഴുന്നേ തിരുമാറിലോ പൂണൂലും പാമ്പുമണിഞ്ഞവരെ കൈതൊഴുന്നേ തൃക്കൈയിലോ വെൺമഴു വെൺമാനും പൂണ്ടവരെ കൈതൊഴുന്നേ കൈയിലോ വെൺമഴുവന്മാനും പൂണ്ടവരെ കൈതൊഴുന്നേ. പാർവതിയെ സ്തുതിച്ച് സൂര്യോദയത്തിനു മുമ്പ് കുളത്തിൽ തിരുവാതിര പാട്ടുപാടി തുടിച്ചു കുളിക്കൽ, നൊയമ്പ് നോൽക്കൽ, നാമജപം, തിരുവാതിരക്കളി, ഉറക്കമൊഴുപ്പ്, എട്ടങ്ങാടി കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങുകൾ. കരിവദനാ നീ കരുണ ചെയ്യുക ഞങ്ങളിൽ കരിവദനാ നീ കരുണ ചെയ്യുക ഞങ്ങളിൽ ഭുജഗഭൂഷണ സുധാ കാമിതദായക ഭുജഗഭൂഷണ സുധാ കാമിതദായക നിജവര സേവിത പാദസരോജ. ഐതിഹ്യപ്പെരുമയിൽ പുകൾക്കൊണ്ട ഗ്രാമമാണ് തളിപ്പറമ്പ പെരിഞ്ചല്ലൂർ. 30ഓളം വരുന്ന അംഗങ്ങളുള്ള സംഘമാണ് വർഷങ്ങളായി ഇവിടെ തിരുവാതിര ആഘോഷിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായഭേദമില്ലാതെയാണ് ഇവർ തിരുവാതിരയിൽ പങ്കെടുക്കാനെത്തുന്നത്. ധനുമാസത്തിലാണ് തിരുവാതിര കൊണ്ടാടല്. രേവതി മുതൽ തിരുവാതിര ദിവസം വരെയാണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത്. ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ നമ്മൾ എഴുത്തമ്മ എന്ന് പറയും. നമ്മൾ അക്ഷരമെല്ലാം പഠിപ്പിച്ച് ആ എഴുത്തമ്മേൻ്റെ കീഴിലാണ് തിരുവാതിര പഠിച്ചത്. തിരുവാതിരയെല്ലാം പഠിച്ച് അവിടുന്ന് പിന്നീട് ഓരോ വീടുകളിൽ പോയിട്ട് കളിക്കും. അവർ മരിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇപ്പം ഈ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത്. ഇപ്പം വർഷം ചോദിച്ചാൽ കുറേ കാലമായിട്ടുണ്ടാവും. കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു 10-20 ഉണ്ട് ആൾക്കാർ ഇന്ന്. തൃത്തുടമേൽ പാർവതിയെ കുടി വെച്ചവരെ കൈതൊഴുന്നേ തൃക്കൾക്കു നല്ല പാമ്പും ചീലമ്പും അണിഞ്ഞവരെ കൈതൊഴുന്നേ മകയിരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിനു വേണ്ടിയുമാണ്. ഇഷ്ടവിവാഹം, ഉത്തമ ദാമ്പത്യം, കുടുംബ ഐശ്വര്യം, അഭിവൃദ്ധി, രോഗമുക്തി, ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിനുണ്ടെന്നാണ് വിശ്വാസം. രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. കളിക്കുന്ന നെടുമംഗല്യം സ്ത്രീകൾക്ക്, പിന്നെ ചെറിയ കുട്ടികൾക്ക്, കന്യാകുമാർക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാനും അങ്ങനെയാണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത്. 7 ദിവസം വ്രതമില്ല. മകീരം മുതൽ തിരുവാതിര ദിവസത്തിൻ്റെ തലേന്നും മകീര അന്ന് മത്സ്യമാംസങ്ങളൊന്നും കഴിക്കൂല നമ്മൾ. ഇന്ന് തിരുവാതിര കളിക്കൽ മാത്രം. ചുറ്റുവട്ടത്തില്ലവർ തന്നെ
വെള്ളരുതിൻ മുതുകിലിരുന്നു വരുന്നവരെ കൈതൊഴുന്നേൻ. വെള്ളരുതിൻ മുതുകിലിരുന്നു വരുന്നവരെ കൈതൊഴുന്നേൻ. കൈതൊഴുന്നേൻ നല്ല തളിപ്പറമ്പമരുമപ്പ കൈതൊഴുന്നേൻ. കൈതൊഴുന്നേൻ നല്ല തളിപ്പറമ്പവരുമപ്പ കൈതൊഴുന്നേൻ. തലമുറകളിലൂടെ കൈമാറി വന്നൊരു പാരമ്പര്യം ഇന്ന് ഇവരുടെ ചുവടുകളിലൂടെ ജീവിക്കുന്നു. തളിപ്പറമ്പിൽ നിന്നും കാവ്യ രാമചന്ദ്രൻ, കേരള ഓൺലൈൻ ന്യൂസ്. കുന്നിൻ മാതോ മേലെ വിളങ്ങുന്ന ശങ്കരരെ കൈതൊഴുന്നേൻ. കുന്നിന്മാരോ മേലെ വിളങ്ങുന്ന ശങ്കരരെ കൈതൊഴുന്നേൻ. എള്ളുമമ്പും ചാമ്പലും വില്ലുമണിഞ്ഞവരെ കൈതൊഴുന്നേൻ. എള്ളുമമ്പും ചാമ്പലും വില്ലുമണിഞ്ഞവരെ കൈതൊഴുന്നേൻ. കൈതൊഴുന്നേൻ നല്ല തളിപ്പറമ്പമരുമപ്പ കൈതൊഴുന്നേൻ. കൈതൊഴുന്നേൻ നല്ല തളിപ്പറമ്പവരുമപ്പ കൈതൊഴുന്നേൻ.